കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അമ്പലങ്ങളിൽ ഒന്നായ കിടങ്ങൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് ഇതിന് പുറകില്. ഗൗണ മഹർഷി തന്റെ കമണ്ഡലത്തിൽ 7 പുണ്യനദികളിലെ വെള്ളം നിറച്ച് യാത്ര ചെയ്യുകയായിരുന്നു. ആ കമണ്ഡലത്തിനുള്ളിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദിവ്യ വിഗ്രഹവും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. യാത്രക്കിടെ കമണ്ഡലം മറിഞ്ഞ് വെള്ളം ഒഴുകി, അതോടൊപ്പം തന്നെ വിഗ്രഹവും ഒഴുകിപ്പോയി. ആ വിഗ്രഹം ഒഴുകിയെത്തുന്നത് കിടങ്ങൂരിലെ മീനച്ചിലാറിലാണ്. അന്നേ ദിവസം വിഷ്ണു പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങി നിന്ന ക്ഷേത്രം അവിടെ എത്തിയ വിഗ്രഹം സുബ്രഹ്മണ്യനാണെന്ന് കണ്ടു. അങ്ങനെ വിഷ്ണു ക്ഷേത്രമായി തുടങ്ങേണ്ടിയിരുന്നത് മുരുക ക്ഷേത്രമായി മാറി. എന്താ അല്ലേ, ഓരോ കല്ലിനും ഉണ്ട് ഓരോ കഥകൾ. ഇത് മാത്രമല്ല കേട്ടോ, കിടങ്ങൂരിലെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകൾ. കേട്ടതിൽ വെച്ചിട്ട് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. ഇവിടുത്തെ വിഗ്രഹം ബ്രഹ്മചാരി രൂപത്തിലാണ് പോലും. അതുകൊണ്ട് തന്നെ നാലമ്പലത്തിനുള്ളിലോട്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. കാരണം മറ്റൊന്നുമല്ല കേട്ടോ, മുരുകൻ എല്ലാ സ്ത്രീകളെയും അമ്മയായി കാണുന്നു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും മായാജാലമുള്ള ഭാഗം ഏതാന്നല്ലേ, അതിന്റെ ചിത്രകലയും തൂണുകളിലൊക്കെ കൊത്തിയിട്ടിരിക്കുന്ന ശില്പങ്ങളുമാണ് കേട്ടോ. സാധാരണ കാണുന്ന ക്ഷേത്ര ശില്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഓരോ കൊത്തുപണിയും ഒരു കഥ പറയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറകിലുള്ള പ്രതിഭ മറ്റേ ആരുമല്ല, പരന്തച്ചൻ തന്നെയാണെന്നാണ് അഭിമാനത്തോടുകൂടെ ഇവിടുത്തെ ഉള്ളവർ പറയുന്നത്. അപ്പോ മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യണോ? മീനച്ചിലാറും കാറ്റും ഇവിടുത്തെ മഴയും. നിങ്ങൾ എപ്പോഴെങ്കിലും കോട്ടയം വരികയാണെങ്കിൽ കിടങ്ങൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.